أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. أولئك أصحاب الجنة خالدين فيها جزاء بما كانوا يعملون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد اتقوا الله عباد الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അംഗീകരിച്ച് യഥാർത്ഥ മുസ്ലിമീങ്ങളാവുക, അതിനായി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ അള്ളാഹു തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇന്നത്തെ ക്ലാസ്സിൽ 13, 14, 15 ആയത്തുകൾ, 3 ആയത്തുകളാണ് നാം പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു പഠിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുവരെയുള്ള ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലയുടെ മഹത്വം പറഞ്ഞു, ഷിർക്കിൻ്റെ ഗൗരവം സൂചിപ്പിച്ചു, അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ ഉണ്ടാകുന്ന ഭയാനകരമായ ശിക്ഷാ മുറകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. വിശുദ്ധ ഖുർആനിനെയും പരിശുദ്ധമായ ഇസ്ലാമിനെയും പരിഹസിച്ച മക്ക മുശ്രിക്കുകൾക്ക് ശക്തമായ ഓർമ്മപ്പെടുത്തലുകളും ഉദാഹരണം സഹിതം വിശുദ്ധ ഖുർആനും പരിശുദ്ധ ഇസ്ലാമുമൊക്കെ സത്യസന്ധമാണ് എന്ന് ഓർമ്മപ്പെടുത്തി. തുടർന്ന് 13-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അംഗീകരിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ വാക്താക്കളായി യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിച്ചാൽ അവർക്കുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് 13, 14 ആയത്തുകളിൽ അല്ലാഹു പറയുന്നത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇന്നല്ലദീന, തീർച്ചയായും ഒരു വിഭാഗം, തീർച്ചയായും, അല്ലദീന ഒരു കൂട്ടർ. എന്താണ് ആ വിഭാഗത്തിൻ്റെ പ്രത്യേകത? ഖാലൂ, അവർ പറയും, റബ്ബുന ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാകുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചത്, ഞങ്ങളെ പരിപാലിക്കുന്നത്, ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്, ഞങ്ങൾക്ക് ഓരോ സന്ദർഭത്തിലും ആവശ്യമായതെല്ലാം ഞങ്ങൾക്ക് നൽകുന്ന ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് വ്യക്തമായി മനസ്സിൽ തട്ടി ആത്മാർത്ഥമായി ആ ആളുകൾ പറയും. അത് പറയുക മാത്രമല്ല, വെറും നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു അല്ലാഹു ആരാന്റെ രക്ഷിതാവ്, അള്ളയാണ്, ഇങ്ങനെ നാവ് കൊണ്ട് പറയുക മാത്രമല്ല അവർ ചെയ്യുക. പിന്നെയോ പിന്നീട് ഇസ്തഖാമു, അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യും, അവർ ചൊവ്വായി നിലകൊള്ളുകയും ചെയ്യും. അള്ളാഹുവാണ് രക്ഷിതാവ് എന്ന് സമ്മതിക്കുകയും ആ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസൃതമായി ജീവിതത്തെ അവർ ചിട്ടപ്പെടുത്തും. അള്ളാഹു എന്തു കൽപ്പിച്ചോ അത് ചെയ്യും. അള്ളാഹുവിൻ്റെ വിരോധനകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കും. അള്ളാഹു ഹറാമാക്കിയ ഒന്നിലേക്കും അവരുടെ കാലുകൊണ്ടവർ പോവില്ല. അവരുടെ കൈ കൊണ്ട് ഹറാമ് ചെയ്യില്ല. അവർ കണ്ണുകൊണ്ട് ഹറാമ് കാണൂല. അവർ ഹറാമ് സമ്പാദിക്കുകയില്ല.
നിഷിദ്ധമായ ഷിർക്കിനു വേണ്ടി, അതുപോലെ ബിദ്അത്തിന് വേണ്ടി, പുത്തനാചാരങ്ങൾക്ക് വേണ്ടി അവരുടെ സമ്പത്തും അവരുടെ സമയവും അവർ ചിലവഴിക്കുകയില്ല. ഈ നിലക്ക് സുമ്മസ്തഖാമു, പിന്നീട് അവർ ചൊവ്വെ നിലകൊള്ളുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അല്ലാഹു പറയുന്നു, ഫലാ ഖൗഫുൻ അലൈഹിം, ഖൗഫ് പേടി, ഭയം, ഫലാ ഖൗഫും എന്നാൽ അവർക്ക് ഒരു ഭയവുമില്ല, അലൈഹിം അവരുടെ മേൽ. ആ ഒരു രീതി സ്വീകരിച്ചാൽ പിന്നെ അവർക്ക് യാതൊരു പേടി ഉണ്ടാവില്ല. വലാഹും യഹ്സനൂൻ, അവർ വ്യസനിക്കുകയും ഇല്ല. ഹുസ്ന് വ്യസനം, ഖൗഫ് ഭയം, അവർക്കൊരു ഭയമോ ഒരു വ്യസനമോ ഉണ്ടാവുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് യഥാർത്ഥ മുസ്ലിമീങ്ങളായി അള്ളാഹുവിൻ്റെ അസ്മാഉകളെയും അവൻ്റെ സിഫാത്തുകളെയും കൃത്യമായി മനസ്സിലാക്കി അത് അള്ളാഹുവിന് മാത്രം വകവെച്ച് കൊടുത്ത് അള്ളാഹുവാണ് എൻ്റെ രക്ഷിതാവ് എന്ന് സമ്മതിക്കുന്ന ആളുകൾ, ആ സമ്മതിക്കുന്നതോടൊപ്പം ജീവിതത്തെ ചിട്ടപ്പെടുത്തി അതിനനുസരിച്ച് കൊണ്ട് ജീവിച്ചാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവരുടെ മേൽ യാതൊരു ഭയവും ഇല്ല, അവർ വ്യസനിക്കുകയുമില്ല. ഇത് വല്ലാത്ത ഒരു സന്തോഷ വാർത്തയാണ് വിശ്വാസികൾക്ക്. ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും. നാം മനസ്സിലാക്കിയ വിശുദ്ധ ഖുർആനിൻ്റെ ആദർശം നാം പറയുമ്പോൾ തെറ്റുകൾ കാണുന്ന സമയത്ത് കുടുംബത്തിലോ കൂട്ടുകാരിലോ ചർച്ചകളിലോ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾക്ക് വിരുദ്ധമായി, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക്, അവൻ്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ള മനസ്സിലാക്കി തന്ന ആദർശങ്ങൾക്ക് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ ഒന്ന് പിടയും. അതിനെതിരെ നാം പ്രതികരിക്കും. അങ്ങനെയല്ല അള്ളാഹു പറഞ്ഞത് എന്ന് പറയും, അത് ചെയ്യരുതെന്ന് പറയും, അങ്ങോട്ട് പോകരുതെന്ന് പറയും, അത് നമുക്ക് പറ്റിയ ഏർപ്പാടല്ല, ഇതൊക്കെ നമ്മൾ പറയും. അങ്ങനെ നേരായ മാർഗത്തിൽ ജീവിക്കുകയും അസത്യത്തിനെതിരെ പ്രതികരിക്കുകയും സത്യം മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഫലാ ഖൗഫുൻ അലൈഹിം, പിന്നെ അവർക്ക് യാതൊരു ഭയവും ഉണ്ടാവുകയില്ല. അതിൻ്റെ പേരിൽ, അത് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്തലുകളോ ബഹിഷ്കരണങ്ങളോ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞതുപോലെ ഒരു പയഞ്ചനാണിവൻ, ഇവനൊന്നും കൊള്ളാത്തവനാണ്, ഇവനക്ക് ലോകം തിരിയാത്തവനാണ്, ഇവനൊരു പുത്തംവാദിയാണ്, ഇങ്ങനെ എന്ത് പറഞ്ഞാലും ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഒരു ഭയവും ഉണ്ടാവുകയില്ല. വലാഹു യഹ്സനൂൻ, എന്ത് തന്നെ ആരോപണങ്ങളും പീഡനങ്ങളും പരിഹാസങ്ങളും ഉണ്ടായാലും വലാഹും യഹ്സനൂൻ, അവർക്ക് യാതൊരു വ്യസനവും ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ കുറിച്ച് പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പറഞ്ഞ ഈ വിഭാഗത്തിൽ പെടാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അള്ളാഹുവാണെന്ന് പറഞ്ഞാൽ പോരാ, റബ്ബ് അള്ളാഹുവാണ് എന്ന് നാവ് കൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നാവ് കൊണ്ട് മാത്രം പറയുന്ന ഏർപ്പാടുണ്ടായാൽ പോരാ, മറിച്ച് ആ ലാ ഇലാഹ ഇല്ലല്ലാ നമ്മുടെ ജീവിതത്തിൽ മുഴച്ചു നിൽക്കണം. നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ യാത്രകളിലും നമ്മുടെ ഇടപാടുകളിലും ഇടപെടലുകളിലും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ എല്ലാം എവിടെയും പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശത്തെ പണയപ്പെടുത്താതെ ഇസ്തഖാമു, ചൊവ്വായി നിലകൊള്ളുകയാണെങ്കിൽ പിന്നീട് നമുക്ക് അതിനെതിരെ വരുന്ന, പിന്നെ നമുക്ക് നേരെ വരുന്ന എല്ലാ ആരോപണങ്ങൾക്കും നാം കൃത്യമായ മറുപടി കൊടുക്കുകയും അവിടെ ഭയപ്പെടാതെ ചൂളാതെ ഒരാളെയും പേടിക്കാതെ നിലകൊള്ളാൻ നമുക്ക് കഴിയും എന്ന സന്തോഷ വാർത്ത ഈ ഒരു വിഭാഗത്തിൽ പെടാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. തുടർന്ന് അള്ളാഹു പറയുന്നത്, ഉലൈക അസ്ഹാബുൽ ജന്നതി ഖാലിദീന ഫീഹാ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അക്കൂട്ടർ, ഉലൈക അക്കൂട്ടർ, എക്കൂട്ടർ എന്റെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പറയുകയും, ലോകം നിയന്ത്രിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ പറയാൻ കഴിയണം, എന്റെ രക്ഷിതാവ് അള്ളാഹുവാണ്. ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്, ആകാശം പടച്ചത് അള്ളാഹുവാണ്, എനിക്ക് ഭക്ഷണം നൽകുന്നത് അള്ളാഹുവാണ്, എനിക്ക് ആരോഗ്യം നൽകിയത് എൻ്റെ നാഥനാണ്, എനിക്ക് രോഗത്തിൽ നിന്ന് മുക്തി നൽകിയത് എൻ്റെ നാഥനാണ്, എൻ്റെ കുടുംബം എനിക്ക് നൽകിയത് എൻ്റെ നാഥനാണ്, എല്ലാം എൻ്റെ നാഥനാണെന്ന് പറയുകയും അതോടൊപ്പം ആ പറയുന്നതിനനുസരിച്ച് കൊണ്ട് അള്ളാഹ് എന്ന ചിന്തയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്ത ആളുകൾ ഉലൈക അക്കൂട്ടർ. ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ, ആ കൂട്ടത്തിൽ 13-ാമത്തെ ആയത്തിൽ ഞാനും നിങ്ങളും പെട്ടാൽ
കിട്ടാവുന്ന നേട്ടം എന്താ? അത് അള്ളാഹു പറയുന്നത് ഉലായിക അക്കൂട്ടർ അസ്ഹാബുൽ ജന്ന, അസ്ഹാബുൽ ജന്ന, സ്വർഗത്തിന്റെ ആളുകളാണ്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, കിളക്കേണ്ട പൂട്ടേണ്ട അവയിൽ കൊള്ളേണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയേണ്ട. ഇബാദി, എന്റെ അടിമകളാകുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് സ്വർഗത്തിൽ. ഇന്ന് വരെ ഒരു കണ്ണും കാണാത്ത അനുഗ്രഹങ്ങളാണ്, ഇന്ന് വരെ ഒരു ചെവിയിലൂടെയും കേട്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങളാണ്, മനസ്സുകളിൽ തോന്നുക പോലും ചെയ്തിട്ടില്ലാത്ത വലിയ മഹത്തരമായ അനുഗ്രഹം എന്റെ അടിമകളാകുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതവരെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത് ഉലൈക അക്കൂട്ടർ അസ്ഹാബുൽ ജന്ന, സ്വർഗത്തിന്റെ ആളുകളാണവർ. ഇനിയോ ഖാലിദീന, ഖുൽദ്, സാശ്വതം, ഒരിക്കലും പിന്നീട് അവനക്ക് പ്രയാസങ്ങളില്ല. ആ സ്വർഗത്തിൽ നിന്ന് അവൻ പുറത്തേ വരേണ്ടി വരില്ല. ഖാലിദീന, അവർ നിത്യവാസികളാണ്. ഫിഹ, ആ സ്വർഗത്തിൽ, സ്വർഗത്തിൽ നിത്യവാസികളായിക്കൊണ്ട് അവർ അവിടെ കഴിഞ്ഞുകൂടും. എന്തിനു വേണ്ടിയാണ് ആ സ്വർഗം അവർക്ക് നൽകിയത്? ആ സ്വർഗത്തിൽ എന്തിനാണ് അവരെ നിത്യവാസികളാക്കിയത്? ജസാഅം ബിമാ കാനൂ യഅമലൂൻ, ജസാഅൻ, പ്രതിഫലമായിട്ടാണ് ആ സ്വർഗം കിട്ടിയത്. ആ സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കുന്നത് ജസാ, പ്രതിഫലം, പ്രതിഫലമായിട്ടാണ്. ബിമാ കാനൂ, അവരായിരുന്നത് കാരണം, യഅമലൂന, പ്രവർത്തിക്കും, അവര് പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലമായിട്ട് നൽകപ്പെടുന്നതാണ് ആ സ്വർഗം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പോകണ്ടേ ആ സ്വർഗത്തിൽ നമുക്ക്? പോകണ്ടേ ആ സ്വർഗത്തിൽ നമുക്ക്? ആദ്യമായി സ്വർഗത്തിന്റെ കതക് മുട്ടുന്നത് ഞാനായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ധാരാളം പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ പ്രവാചകന്മാർക്ക് മുഴുവനും അനുയായികളുണ്ട്. എന്നാൽ എല്ലാ പ്രവാചകന്മാരെക്കാളും കൂടുതൽ അനുയായികളുള്ളത് എനിക്കായിരിക്കുമെന്നും, ആ സ്വർഗത്തിലേക്ക് കടക്കുന്നതും ആ സ്വർഗത്തിന്റെ കവാടത്തിൽ പോയി ആദ്യമായി മുട്ടുന്നതും ഞാനായിരിക്കും എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ വല്ലാതെ സ്നേഹിക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു മാസത്തിലോ ഏതെങ്കിലും ഒരു ദിവസത്തിലോ എന്തെങ്കിലും ചില ചേഷ്ടകളും ചില കാര്യങ്ങളും ചെയ്തുകൊണ്ട് മാത്രമല്ല റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടത്. മറിച്ച് ജീവിതത്തിന്റെ സകല നിഖില മേഖലകളിലും വമാ അതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, അള്ളാഹിന്റെ റസൂൽ എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞോ അതൊക്കെ ചെയ്ത്, അള്ളാഹുവിന്റെ റസൂൽ എന്തൊക്കെ വിരോധിച്ചിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം വിട്ടു നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ ഞാനും നിങ്ങളും അനുധാവനം ചെയ്യുകയാണെങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, നിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുമെന്നും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്നും വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇന്ന് വരെ ജീവിതത്തിൽ ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടില്ല. പക്ഷേ വിശ്വാസികളാകുന്ന എന്റെയും നിങ്ങളുടെയും മനസ്സുകളിൽ ആ പ്രിയപ്പെട്ട പ്രവാചകനെ ഒന്ന് കാണാനുള്ള വല്ലാത്ത ആഗ്രഹമുണ്ട്. കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ റസൂലിനെ നമ്മൾ സ്നേഹിക്കുന്നു, ആ റസൂലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. എപ്പോഴും റസൂലുള്ളാഹിനെ ഓർക്കാത്ത, റസൂലുള്ളാഹിനെ സ്മരിക്കാത്ത നിമിഷങ്ങളില്ല, ദിവസങ്ങളില്ല. ആ പ്രിയപ്പെട്ട പ്രവാചകനെ കാണാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം ലഭിക്കും. എവിടെ വെച്ച്? സ്വർഗത്തിൽ വെച്ച്. സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാമീപ്യം നമുക്കുണ്ടാകും. അതിനെന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആദർശത്തിനനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. അതാണ് അള്ളാഹു പറഞ്ഞത്, ഉലൈക അസ്ഹാബുൽ ജന്നതി ഖാലിദീന ഫീഹാ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അക്കൂട്ടർ അഥവാ 13-ാമത്തെ ആയത്തിൽ പറഞ്ഞ ആ ആളുകൾ അവർ സ്വർഗത്തിന്റെ ആളുകളാണ്. അതിൽ നിത്യവാസികളായ നിലയിൽ അവർ പ്രവർത്തിച്ചിരുന്നതിന് നൽകപ്പെടുന്ന പ്രതിഫലമായിട്ട് ആ സ്വർഗത്തിൽ അവർ നിത്യവാസികളായിരിക്കും. അതുകൊണ്ട് ആ സ്വർഗം കിട്ടണമെങ്കിൽ
എന്ത് വേണം? അള്ളാഹുവും അവന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ആ ആദർശത്തിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു പുഴുക്കുത്തുമില്ല എന്ന് നാം സാക്ഷ്യപ്പെടുത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക. സുന്നത്തിന് വിരുദ്ധമായ ബിദ്അത്തുകൾ ജീവിതത്തിലില്ല എന്ന് ഉറപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.